കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സഹോദരനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ പോലീസ് അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ദിസ്ന സുരേഷ് ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി. സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി അറിയാനും സാധിച്ചു. ഈ സഹോദരി ഉൾപ്പെടെ, അതായത് ശ്രീജയ, പുഷ്പലളിത എന്നീ രണ്ടുപേരും അതോടൊപ്പം തന്നെ സഹോദരൻ പ്രമോദുമായിരുന്നു 3 വർഷമായി ആ ഫ്ലോറിക്കൻ റോഡിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. പക്ഷേ ഈ പ്രമോദിനെ ഈ കൊലപാതകം നടന്നതിന് ശേഷം കാണാൻ ഇല്ല എന്ന ഒരു വിവരമാണ് ഈ അയൽവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞിരുന്നത്. ഈ പ്രമോദാണ് പുലർച്ചെ 5 മണിയോടുകൂടി സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ സഹോദരി മരിച്ചുപോയിരിക്കുന്നു എന്ന് പറയുകയും സുഹൃത്ത് 9 മണിയോടെ വീട്ടിലെത്തുകയും വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് 2 സഹോദരിമാരും മരിച്ച നിലയിലാണ് കണ്ടത്. പിന്നീട് ചേവായൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും ഈ പോലീസിന് ഈ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ സംശയം ഉണ്ടായത് ഈ 2 സ്ത്രീകളും വെള്ള പുതപ്പിച്ചത് പായിൽ കിടത്തി വെള്ള പുതപ്പിച്ച നിലയിൽ ഒരു പൊതു ദർശനത്തിന് വെക്കുന്ന രീതിയിലായിരുന്നു ഈ 2 സ്ത്രീകളുടെ മൃതദേഹം ഉണ്ടായത് എന്ന് തന്നെയാണ്. എന്തായാലും പ്രമോദിന്റെ ഫോൺ അവസാനമായി ഉണ്ടായത് എന്ന് പറയുന്നത് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. പിന്നീട് ആ ഫോൺ ഓണായിട്ടില്ല. എന്തായാലും തിരൂർ കേന്ദ്രീകരിച്ചടക്കം ചേവായൂർ പോലീസ് ഉൾപ്പെടെ പ്രമോദിന് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രമോദിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അയൽവാസികൾ ഉൾപ്പെടെ പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് അറിയണമെങ്കിൽ പ്രമോദിനെ പോലീസിന് കിട്ടേണ്ടതുണ്ട്. എന്തായാലും പ്രമോദിനെ ലഭിച്ചതിന് ശേഷം, അതായത് പ്രമോദിനെ പോലീസിന്റെ കയ്യിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ.